വൈബ് ഈസ് ഓൺലി വൈബ്. വെറും കാല് കുത്തിയ ഞാൻ പിന്നെ ഇറങ്ങാന്നുള്ള ഒരു മൂഡ്, പിന്നെ ഒരു മനമാറ്റം, പിന്നെ ഈ കുരിപ്പിന്റെ ചവിട്ടോടെ അടക്കം കുറച്ചിക്കാന്നതാണ് നമ്മളെ ഫോണിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. നമ്മളെ ഫോൺ ഇത്രയും കഷ്ടപ്പെട്ട് പോയല്ലേ, അപ്പൊ എന്നെ കണ്ടെങ്കിലും മോശം. പിന്നെ അവിടെ ഫോണും വെച്ച് അവനും ഇതെങ്ങനെ മൂക്ക് പൊത്തിട്ട് പിന്നെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ച് പിന്നെ കളിയെല്ലാം ഓർമ്മയില്ലേ. അപ്പൊ ഈ ഒരു കുളത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിരുന്ന് നേരെ പോയത് ചായ കുടിക്കും. ചൂടുള്ള ഉള്ളിവടെയെല്ലാം പൊരിച്ചോണ്ടിരിക്കാന്ന് അങ്ങനെ ചൂട് ചായ ഉള്ളി ഓരോ ടൈമിൽ നമ്മൾ സ്പെൻഡ് ചെയ്തോണ്ട് ഇപ്പൊ വന്നത് ഈ കടലിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് നമ്മൾ കൊസായിക്കുന്നില്ല. ഞങ്ങളെ നോക്ക് നല്ല രസമില്ലേ, കുളിച്ച് കുട്ടപ്പനായാലും എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നല്ല ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ അവിടെ പൂട്ടിയാൽ എന്താ, അവിടെ പോകുന്ന വഴി തന്നെ നല്ല മനോഹരമാണ്. ഈ കുരിപ്പിന്റെ കളിയുണ്ട്, അതിന്റെ മോള് കയറാൻ പറ്റാത്ത കളിയാന്ന് തിരിച്ച മോന്ത കണ്ടില്ല, അത് ഇങ്ങനെ കയറ്റിയാ. പിന്നെ ഇവന്റെ കളി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവർക്കെന്തോ സ്വർഗ്ഗം ഒരു ഫുൾ വാട്ട് ഉണ്ടെങ്കിൽ ഒരു അരവാട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശരി. പിന്നെ ആ കടലിലെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മളെ വടകര ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ റോഡിലെ കുണ്ടിലെ കണ്ടിട്ട് ഇവിടെ ഈ തലപ്പത്ത് ഇരിക്കുന്ന പോലെ ഇതൊന്നും കാണുന്നില്ല എന്ന് എന്റെ ചോദ്യം. ഒരു ബൈക്ക് പോകാൻ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഈ കാറിൽ എങ്ങനെ പോകുന്നുണ്ടാവില്ല? ഈ ഒരു റോഡിന്റെ അവസ്ഥ നോക്ക് എന്താലേ. ഈ വീഡിയോ ആരും കാണുകയാണെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു. നേരത്തെ കാറിന്റെ അവസ്ഥ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ആംബുലൻസ് വന്നു പെട്ടിരിക്കും. നമുക്കിപ്പോ നന്മയുള്ള മനസ്സായതുകൊണ്ട് നമ്മൾ വയ്യോ അങ്ങനെ ഒരിയാനായ ട്രെൻഡിങ് നമ്മൾ തെന്നി മാറി. പിന്നെ നമ്മൾ നേരെ പിന്നെ ഇവിടെ നിർത്താന്ന് വിചാരിച്ചോക്കുമ്പോഴാണ് ഇവന്റെ ഒരു കളത്തരം ഞാൻ പൊക്കി.